ഹായ്, എല്ലാവർക്കും നമസ്കാരം. നടൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ ഒരു വ്ളോഗ് കാണാനിടയായി. ഇടയ്ക്കൊക്കെ ഞാൻ അവരുടെ വ്ളോഗ് കാണാറുണ്ട്. എല്ലാ വ്ളോഗ്സും ഒന്നും കാണാറില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ചില വ്ളോഗ്സൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ റീസെൻ്റായി ഇറങ്ങിയൊരു വ്ളോഗ് കാണാനിടയായി. അതിലവർ ആലു പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അതായത് നെവർ എൻഡിങ് ജോബാണ് കുക്കിംഗ് എന്ന് പറയുന്നുണ്ട് സിന്ധു കൃഷ്ണ. അപ്പോൾ എനിക്കും തോന്നിയത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. എനിക്ക് 98% സ്ത്രീകളും സമ്മതിച്ചിരുന്നൊരു കാര്യമാണ്. എനിക്കറിയാം, ജോലിയുള്ള സ്ത്രീകളാണെങ്കിലും ശരി, ജോലി ഇല്ലാത്ത സ്ത്രീകളാണെങ്കിലും ശരി, അവരെല്ലാവരും ഈ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ഇതൊരിക്കലും അവസാനിക്കില്ലല്ലോ ഈശ്വര എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എല്ലാവരും. അങ്ങനത്തെ ഒരു ജോലി തന്നെയാണ് കുക്കിംഗ്. പക്ഷേ അതിന് നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് പോലും അപ്രിസിയേഷൻ കിട്ടാറില്ല എന്നുള്ളതാണ്. മക്കളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാവില്ല, സ്വന്തം അമ്മമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടാറില്ല. അയ്യോ, അവൾ ഇത്ര നേരം അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടുകയായിരുന്നല്ലോ എന്നൊരു വാക്ക് ആരും പറയില്ല. നമ്മളിനി എന്തെങ്കിലും പറയണം, എത്ര നേരം നിന്നിട്ട് കാലുവേദനയാണ് കൈവേദനയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം അമ്മമാരും കൂടി പറയുന്നൊരു വാചകമുണ്ട്, ഓ ഇതൊക്കെ എന്താ അത്ര പറയാനുള്ളത്, ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് എന്തെല്ലാം അനുഭവിച്ചതാണ്, ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് വന്നതല്ലേ, നിങ്ങൾക്ക് കുറേയും കൂടി ഈസി അല്ലേ, കാരണം അരയ്ക്കാനും പൊടിക്കാനും എല്ലാത്തിനും മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പണ്ട് അങ്ങനെയല്ല, ഞങ്ങൾ ഇതൊക്കെ അമ്മിയിലും ആട്ടുകല്ലിലും ഒക്കെ ചെയ്തിരുന്നതാണ്, ഇപ്പം നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന അമ്മമാരുടെ വീടുകളുണ്ട്. പക്ഷേ ഇവർ ചിന്തിക്കുന്നില്ല, ഈ അരക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് തനിയെ സാധനങ്ങൾ എടുത്തു പോയി അരക്കുകയും പൊടിക്കുകയൊന്നും ചെയ്യില്ല. ഇതിൻ്റെ കൂട്ടുകളും ചേരുവകളും ഒക്കെ തയ്യാറാക്കി ഇട്ട് കൊടുത്താൽ തന്നെയല്ലേ അരയ്ക്കുള്ളൂ. അല്ല, അരയ്ക്കുന്ന ഒറ്റ ജോലി മാത്രമല്ലേ ഇത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നൊരു ജോലിയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരാൾ നിൽക്കന്നെ വേണം. നിൽക്കാതെ ഇത് സ്വയമേവ റോബോട്ട് ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യില്ലോ. അടുക്കളയിൽ ഒരാൾ കൂടിയേ തീരുള്ളൂ. ഏത് മെഷീൻ്റെ പുറകിലാണെങ്കിലും ആൾ നിൽക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ കുക്കിംഗ് പോലെ തന്നെ തീരാത്ത ഒരു സംഭവമാണ് പാത്രം കഴുകൽ എന്നുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന പാത്രം കഴുകലാണ്. രാത്രി കിടക്കാറാവുമ്പോഴും ഇത് കഴുകി അടുക്കി പെറുക്കി വെച്ച് വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാൻ. ഒരു ദിവസം ഒരു വീട്ടമ്മ കഴുകുന്ന പാത്രം എത്രയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 4-5 പേരുള്ള വീടാണെങ്കിൽ തീരാത്തത്രയും പാത്രങ്ങൾ നമ്മൾ കഴുകേണ്ടി വരും. ചിലപ്പോഴൊക്കെ ആലോചിക്കും, ഈ പണി വല്ല ഹോട്ടലിലും പോയി ചെയ്തിരുന്നെങ്കിൽ നല്ല ശമ്പളം കിട്ടുമായിരുന്നല്ലോ ഈശ്വര. ഇവിടെയാണെങ്കിൽ കുറ്റപ്പെടുത്തലും പഴികേക്കലും മാത്രമേ ഉള്ളൂ, വേറെ വല്ലവിടെയാണെങ്കിൽ ആ ശമ്പളമെങ്കിലും കിട്ടുമായിരുന്നു എന്ന് മിക്ക വീട്ടമ്മമാരും ചിന്തിച്ചിട്ടുണ്ടാവും, ചിലരെങ്കിലും പറഞ്ഞിട്ടും ഉണ്ടാവും. പക്ഷേ അധികം വീട്ടമ്മമാരും ഇതൊക്കെ തങ്ങളുടെ അവകാശമാണ്, തങ്ങളിത് ചെയ്യണം, തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലിയാണ്, തങ്ങളാണ് ഒരു കുടുംബം നിലനിർത്തേണ്ടത്, എൻ്റെ ഭർത്താവിനെയും മക്കളെയും ഞാനല്ലാതെ വേറെ ആരാണ് നോക്കുക, അവർക്ക് ഞാനല്ലാതെ ആരാണ് പാചകം ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന സ്ത്രീകളാണ് അധികം പേരും. അതുകൊണ്ട് തന്നെ സ്വയം സന്തോഷത്തോടു കൂടിയിട്ടാണ് 98% സ്ത്രീകളും ഇതൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ വയ്യാതെ വരുമ്പോൾ പരാതിയും പരിഭവമൊക്കെ പറയുമെങ്കിലും സന്തോഷപൂർവ്വമാണ് മിക്ക വീട്ടമ്മമാരും ഇതൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ സന്തോഷപ്പെടുന്ന എത്രയോ വീട്ടമ്മമാരുണ്ട്. ചില ആളുകളൊക്കെ ആസ്വദിച്ച് കുക്കിംഗ് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ കൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രക്രിയ ചെയ്യേണ്ടി വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മടുപ്പും വയ്യാകയും വരും. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനൊരു ക്ഷീണാവസ്ഥ വരുമ്പോൾ. പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചില ദിവസം ഒരു ക്ഷീണമായിരിക്കും, ഒരു തളർച്ചയായിരിക്കും. ആ സമയത്ത് ജോലിഭാരം കൂടി വരുമ്പോൾ വല്ലാതെ ദേഷ്യം വരും. എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും ഇങ്ങനെയുള്ള ക്ഷീണാവസ്ഥ സ്ത്രീകൾക്ക് വരുമ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. അവർക്ക് ആ പൊട്ടിത്തെറി ഉണ്ടാവുന്ന അവസരത്തിൽ അത് വീട്ടിലുള്ളവർ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്റ്റ് അനുവദിച്ച് നോക്കൂ, മിക്ക കുടുംബങ്ങളിലും വഴക്കൊഴിവാക്കാൻ കഴിയും. ഭൂരിഭാഗം വരുന്ന വഴക്കൊഴിവാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ തീരെ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ ഇത് ഇട്ടെറിഞ്ഞ് പോകാനും വയ്യല്ലോ, ചെയ്യും വേണമല്ലോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അറിയാതെ ദേഷ്യം വന്നു. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആളിതൊന്നും മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ പകുതിയും തീരും. എനിക്കൊന്നും പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ ആണുങ്ങളൊക്കെ കുക്കിംഗ് ചെയ്യുന്നുണ്ട്, അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭാര്യ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കാനോ അതും ഇതൊക്കെ ചെയ്ത് കൊടുക്കാനോ കറിയൊന്ന് ഇളക്കാനോ ഒക്കെ ഭർത്താക്കന്മാർ കൂടെ നിന്ന് സഹായിക്കുന്നത്. നല്ലപോലെ കുക്കിംഗ് അറിയുന്ന ഒരുപാട് ഭർത്താക്കന്മാരും ഉണ്ട് ഇന്ന്. കാരണം കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആണുങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നത് ഒരു കുറവായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. അയ്യോ, ആണുങ്ങളും അടുക്കളയിൽ കയറാൻ പാടില്ല, അതിന് ആണുങ്ങളെ അടുക്കളയിൽ കയറ്റി അങ്ങനെ ചോദിക്കുന്ന അമ്മൂമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം അടുക്കളയിൽ കയറി എടുത്തു
പിടിച്ചാൽ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചെയ്തു കൊടുക്കായിരുന്നില്ലേ, എന്തിനാ അവനെ കൊണ്ട് എടുപ്പിച്ചത് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടൊക്കെ മാറിയിട്ട് സഹായിക്കാനുള്ളൊരു മനസ്ഥിതിയുള്ള ആളുകളാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മുതൽ രാത്രി ആവുന്നത് വരെ ഒരു 4-5 തവണത്തെ പാചകം, അതിനിടയ്ക്കുള്ള പാത്രം കഴുകൽ, ബാക്കി വീട് വൃത്തിയാക്കൽ, തുണി അലക്കൽ, അയൺ ചെയ്യൽ, അങ്ങനെ ഒത്തിരി ജോലികൾ. അതിൻ്റെ ഇടയിൽ ജോലിക്ക് പോവുകയും വേണം. ജോലിക്ക് പോയി വന്നിട്ടാണ് ബാക്കി പണികളെല്ലാം ചെയ്യുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് നല്ല അസലായിട്ട് കുക്ക് ചെയ്യും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മ വയ്യാത്ത ആളായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ തന്നെ സുഖമില്ലാത്ത ആളായിരുന്നു. അധികം നിന്ന് ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്ത ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ അനിയനും അമ്മയായിരുന്നു തറവാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകുന്നതിന് മുന്നേ പാചകം എല്ലാം കഴിഞ്ഞ് അമ്മയുടെ തുണികൾ, അന്ന് വാഷിംഗ് മെഷീനൊന്നുമില്ല, വാഷിംഗ് മെഷീനൊക്കെ ആയി വരുന്ന സമയമാണ്. അപ്പോൾ അന്ന് വാഷിംഗ് മെഷീനൊക്കെ ഉള്ള വീട് പറഞ്ഞാൽ ആഡംബരമാണ്. ഇപ്പോൾ അത് അത്യാവശ്യമാണ്, പക്ഷെ അന്ന് അത് ആഡംബരമാണ് വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം അനിയൻ്റെയും പിന്നെ അമ്മയുടെയൊക്കെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട്, അദ്ദേഹത്തിൻ്റെയൊക്കെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടിട്ട് എല്ലാം ടേബിളിൽ എടുത്ത് വെച്ച് അമ്മയ്ക്കും അനിയനും വേണ്ട ഫുഡൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ട് ജോലിക്ക് പോയിരുന്നൊരു കാലം. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഫുള്ളായിട്ട് അറിയാം. അപ്പം 4 ദിവസം ഞാൻ എവിടെയെങ്കിലും കിടന്നാലും എനിക്ക് പ്രശ്നമില്ല, പേടിക്കേണ്ട കാര്യമില്ല. കുക്കിംഗ് ഒക്കെ നടക്കും, മക്കളെയൊക്കെ നല്ല കാര്യത്തിൽ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ അസുഖമൊക്കെ മാറി തിരിച്ചു വരുമ്പോൾ ഇരട്ടി പണിയായിരിക്കും. കാരണം അടുക്കളയൊക്കെ ആകെ നാശമായിരിക്കും. നമ്മൾ വെച്ച സാധനങ്ങൾ വെച്ച സ്ഥലത്തൊന്നും ഉണ്ടാവില്ല, ഒക്കെ വലിച്ച് വാരി നാശാക്കിയിട്ടുണ്ടാവും. ഒരു മാസം അടുക്കി പെറുക്കിയാലും തീരാത്ത രീതിയിലായിരിക്കും 4 ദിവസം കൊണ്ട് അടുക്കളയുടെ അവസ്ഥ. അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒരു മാസത്തേക്ക് ഉപയോഗിക്കേണ്ട വെളിച്ചെണ്ണയൊക്കെ 4 ദിവസം കൊണ്ട് തീർന്നുണ്ടാവും. അപ്പം അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ആകെ തെറ്റിപ്പോവും. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക സ്ത്രീകളും കുക്കിംഗ് അറിയാമെങ്കിൽ പോലും ആണുങ്ങളെ അടുക്കളയിൽ കയറ്റാത്തത് ഈ ഒരു കാര്യം കൊണ്ടായിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ടായിരിക്കും. അയ്യോ, ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്താലും വിരോധം, ദയവേത് അടുക്കളയിൽ കയറല്ലേ, ഇരട്ടി പണി ഉണ്ടാക്കല്ലേ എന്ന് മിക്ക സ്ത്രീകളും പറയും. പാചകം ചെയ്യാൻ സഹായിക്കണ്ട, ഞാൻ അവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന പോലെ ഒരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് അടുക്കള കൈകാര്യം ചെയ്യാൻ വേണ്ടി മിക്ക ആണുങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ്, ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല, മിക്ക ആണുങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആണുങ്ങളെ അടുക്കളയിൽ കയറ്റാത്തത്. അല്ലാതെ ആണുങ്ങൾ ചെയ്തതുകൊണ്ട് ആകാശം ഇടിഞ്ഞ് വീഴും എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. അപ്പം അങ്ങനെയുണ്ട് ആൾക്കാരെ എന്ന് പറയാം. എന്ത് തന്നെയായാലും പക്ഷേ ഇത് അവസാനിക്കില്ല. സിന്ധുകൃഷ്ണ പറഞ്ഞ പോലെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുക്കിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഹോട്ടലൊക്കെ ഉണ്ട്, ഒരുപാട് ചോയ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നേരം വയ്ക്കേണ്ട, നമുക്ക് എല്ലാവരും കൂടി പുറത്ത് പോയി കഴിക്കാം എന്ന് തീരുമാനിച്ച് പുറത്ത് പോയി കഴിക്കുന്ന ഫാമിലിയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിന് തക്ക കാശും കാര്യങ്ങളൊക്കെ വേണം. അതില്ലാത്തവരെന്ത് ചെയ്യും? ഇപ്പോൾ ഒരു നേരം പുറത്ത് പോയി ഫുഡ് കഴിക്കണമെങ്കിൽ പൈസ എത്രയാവും? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ വീട്ടമ്മ എന്താ ചിന്തിക്കുക? ഈ ഒരു നേരം ഞങ്ങൾ പുറത്ത് കൊണ്ട് കൊടുക്കണ കാശുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2-3 ദിവസം സുഭിക്ഷമായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങി വീട്ടിൽ വെച്ചുണ്ടാക്കി കഴിക്കാം, കുറച്ച് ഞാൻ കഷ്ടപ്പെടണം എന്നല്ലേ ഉള്ളൂ എന്നാണ് സാധാരണക്കാരായിട്ടുള്ളൊരു വീട്ടമ്മ ചിന്തിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഓവറായിട്ട് പ്രശ്നങ്ങൾ വരാതെ, ഓവറായിട്ട് ബാധ്യതകൾ വരാതെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലെ വീട്ടമ്മമാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു പരാതിയും പറയാതെ ഇത്രയും ജോലികൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.